ശബരിമലയിൽ മോദിയെ പൂട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് CPM. അതുതന്നെയാണ് ഈ മണിക്കൂറിലത്തെ ഏറ്റവും പ്രധാന വാർത്ത. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയം കേരളത്തിൽ ഉന്നയിച്ചില്ല. അത് വലിയ മാതൃകയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് കേരളത്തിന് പുറത്തെത്തി മംഗളൂരു, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ മോദിയുടെ പ്രസംഗം വളരെ ചർച്ചാ വിഷയമായിരുന്നു. ശബരിമലയെ ഊന്നിയാണ് മോദി ഓരോ വാക്കുകളും സംസാരിച്ചത്. ഓരോ ചർച്ചകളും അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അയ്യൻ, എൻ്റെ വികാരം എന്ന സുരേഷ് ഗോപി തുടങ്ങി വച്ചിടത്ത് നിന്ന് വീണ്ടും ശബരിമല കത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. കേരളത്തിൽ ശബരിമലയെക്കുറിച്ച് മിണ്ടാൻ കഴിയില്ല, മിണ്ടിയാൽ ആരാണോ മിണ്ടുന്നത് അവരെ ജയിലിലടയ്ക്കും എന്നായിരുന്നു മോദിയുടെ വിവാദമായ പ്രസംഗം. അത് തന്നെയാണ് ഇപ്പോൾ CPM ആയുധമാക്കി എടുത്തിരിക്കുന്നത്. അവർ പരാതി നൽകിയിരിക്കുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. LDFന്റെ മണ്ഡലം കമ്മിറ്റിയും CPMുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഓരോ മണ്ഡലം കമ്മിറ്റികളും CPMും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും ശബരിമല വിഷയം ഉന്നയിച്ച് BJP അതൊരു ആയുധമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് CPM ഇത്തരത്തിലുള്ള ഒരു ഇരുട്ടടി BJPക്ക് നൽകിയിരിക്കുന്നത്. ഇത് BJPയെ ഏറെ പ്രതിസന്ധിയിലാക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. അത് തന്നെയാണ് ഈ മണിക്കൂറിലത്തെ ഏറ്റവും പ്രധാന വാർത്തയും. എന്തായാലും CPM ഇതൊരു ആയുധമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താകും BJPയുടെ ഇക്കാര്യത്തിലെ തീരുമാനം അല്ലെങ്കിൽ നടപടി? എന്ത് മറുപടിയാകും തിരഞ്ഞെടുപ്പ് കമ്മീഷന് BJPക്ക് നൽകാനുള്ളത്? കാരണം ആദ്യമേ ടിക്കാറാം മീണ വ്യക്തമാക്കിയതാണ് പെരുമാറ്റച്ചട്ട ലംഘനം അനുസരിച്ച് ശബരിമല വിഷയം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ആദ്യം തേക്കിൻകാട് മൈതാനത്തിൽ NDA കൺവെൻഷനിടയിൽ ആദ്യം സുരേഷ് ഗോപി അയ്യൻ എൻ്റെ വികാരമാണ് എന്ന് തുടങ്ങി വച്ചു. അവിടെ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും NK പ്രേമചന്ദ്രനും അത് ഏറ്റുപിടിച്ചു. അതൊന്നും വലിയ വാർത്തകളിൽ ഇടം നേടിയില്ല. എങ്കിലും അത് കളക്ടർ TV അനുപമ സുരേഷ് ഗോപിയുടെ വിശദീകരണം ചോദിച്ചിരുന്നു. സുരേഷ് ഗോപി അതിന് വിശദീകരണം നൽകി. അതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് നരേന്ദ്രമോദി കേരളത്തിലെ കോഴിക്കോട് എത്തിയപ്പോൾ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിലൊന്നും വിശ്വാസ സംരക്ഷണം എന്ന് മാത്രം പറഞ്ഞതല്ലാതെ ശബരിമലയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും മോദി പറഞ്ഞിരുന്നില്ല. അത് ഏറ്റവും മാതൃകാപരമായെന്ന് വരെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ടിക്കാറാം മീണ ഉൾപ്പെടെയുള്ളവർ അതിനെ മാതൃകാപരമായി നോക്കിക്കണ്ടിരുന്നു. എന്തായാലും അതിനെയൊക്കെ മാറ്റിമറിച്ചാണ് കേരളം വിട്ടപ്പോൾ മോദി ശബരിമലയെ കൂട്ടുപിടിച്ചത്. ശബരിമല വിഷയത്തെ ഊന്നിയായിരുന്നു മോദിയുടെ ഓരോ സംസാരവും. അത് തന്നെയാണ് ഇപ്പോൾ BJPക്ക് തിരിച്ചടിയായിരിക്കുന്നത്.